നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിഷ്ണുപ്രിയ വധക്കേസിൽ ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി എ.വി. മൃദുല വിധി പറയുന്നത് മെയ് 10 മാറ്റി. പാനൂർ കണ്ണച്ചൻ കണ്ടി വീട്ടിൽ വിനോദിന്റെ മകൾ വിഷ്ണുപ്രിയയാണ് 2022 ഒക്ടോബർ 22 പകൽ 12 മണിയോടെ വീട്ടിലെ കിടപ്പുമുറിയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മാനന്തേരിയിലെ താഴേക്കളത്തിൽ ശശീന്ദ്രന്റെ മകൻ എ. ഷംജിത്താണ് കേസിലെ പ്രതി. പ്രണയം നിരസിച്ചതിലുള്ള വിരോധമാണ് കൊലയ്ക്ക് കാരണമായി ആരോപിക്കുന്നത്. സംഭവത്തിന് മുൻപായി കുടുംബത്തോടൊപ്പം മരണവീട്ടിൽ പോയ ശേഷം വിഷ്ണുപ്രിയ വീട്ടിലെത്തി സുഹൃത്തായ വിപിൻ രാജുമായി വീഡിയോ കോൾ വഴി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം ഷംജിത്ത് വീട്ടിലെത്തിയ കാര്യം വിഷ്ണുപ്രിയ വിപിൻ രാജിനോട് ഫോണിൽ പറയുകയും ചെയ്തിരുന്നു. പാനൂരിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു വിഷ്ണുപ്രിയ. പോലീസ് അന്ന് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. വിഷ്ണുപ്രിയയുടെ വീട്ടിൽ കൃത്യം നടത്തുന്നതിനായി എത്തിയ ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇത് തൊണ്ടി മുതലായി കണക്കാക്കി വിചാരണ കോടതി മുൻപാകെ ഹാജരാക്കിയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് കെ. അജിത് കുമാറാണ് ഹാജരായത്. പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് എസ്. പ്രവീൺ, അഡ്വക്കേറ്റ് അഭിലാഷ് മാത്തൂരും ഹാജരായി. പ്രതി ഷംജിത്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനാൽ കേസിന്റെ വിചാരണ വേഗത്തിലാക്കിയിരുന്നു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ കൂത്തുപറമ്പിലെ ഒരു കടയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. കേരളത്തെ നടുക്കിയ കൊലപാതകമായിരുന്നു വിഷ്ണുപ്രിയയുടേത്.